ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയിൽ നിന്ന് നമ്മുടെ പ്രണവ് പുറത്തായിരിക്കുകയാണ്. ഈ പ്രണവിൻ്റെ വലിയൊരു ക്വാളിറ്റി എന്താണെന്നറിയോ? അദ്ദേഹം മൾട്ടി ടാലൻറ്റ് പെർഫോമൻസ് ആണ് പലപ്പോഴും കാഴ്ചവെച്ചിരിക്കുന്നത് കേട്ടോ. തുടക്കത്തിൽ വലിയൊരു പ്രതീക്ഷ നൽകിയ ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു നമ്മുടെ പ്രണവ്. പല കഴിവുകളും ഉള്ള ഒരാളായിരുന്നിട്ടും അഗ്നിപരീക്ഷയിലെ മത്സരത്തിൽ പ്രതീക്ഷിച്ചത്ര പ്രണവിൻ്റെ സാന്നിധ്യം കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം കേട്ടോ. ചില ഘട്ടങ്ങളിൽ പ്രണവ് കുറച്ചുകൂടി ആക്റ്റീവായി ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ടാസ്കുകളിലും ചർച്ചകളിലും ശക്തമായ നിലപാടുകൾ പറയുന്നതിലും കൂടുതൽ ശ്രദ്ധ നൽകിയിരുന്നെങ്കിലും ഒരു പക്ഷേ നമ്മുടെ ഗെയിമിൽ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രണവിന് സാധിക്കുമായിരുന്നു കേട്ടോ. ടാലൻ്റ് ഉണ്ടായിരുന്നിട്ടും സ്ക്രീനിൽ പ്രതീക്ഷിച്ചത്ര ഒരു വിസിബിൾ ആകാൻ വേണ്ടിയിട്ട് പ്രണവിന് ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതാണ് ഇവിടെ പ്രണവിൻ്റെ പോരായ്മയായിട്ട് തോന്നിയ ഒരു കാര്യം. ബിഗ് ബോസ് പോലൊരു ഷോയിൽ കഴിവിനൊപ്പം തന്നെ ആക്റ്റീവായ ഒരു ഇടപഴകലും അതുപോലെ വ്യക്തമായ ഒരു നിലപാടൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. എങ്കിലും പ്രണവിൻ്റെ ഇവിടെ യാത്ര അവസാനിക്കും തോന്നില്ല. നമ്മുടെ വിശാഖനെ പോലെ തന്നെ കുറച്ചുകൂടി തയ്യാറെടുപ്പോടു കൂടി തിരിച്ചെത്തിയാൽ മിക്കവാറും അദ്ദേഹം മികച്ചൊരു ഗെയിം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് ഇനി വരുന്ന സീസണിലൊക്കെ മാറുമായിരിക്കും. തൽക്കാലം അഗ്നിപരീക്ഷയിൽ നിന്ന് പ്രണവ് ഇപ്പോൾ പുറത്തായി എന്നത് ഒരു വാസ്തവമുള്ള കാര്യമാണ്. എന്നാൽ ഭാവിയിൽ ബിഗ് ബോസിൻ്റെ മറ്റൊരു സീസണിൽ പ്രണവിനെയും വിശാഖിനെയൊക്കെ നമുക്ക് വീണ്ടും കാണാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ട്.